ഇത്രയേറെ നാളുകൾക്ക് ശേഷമാണ് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ആക്രമണം. കാരണം നമുക്കറിയാം കണ്ണൂർ അല്ലെങ്കിൽ വടക്കൻ കേരളത്തിൽ ഒരു ട്രെൻഡായിരുന്നു രാഷ്ട്രീയ കൊലപാതകങ്ങൾ. പക്ഷേ കുറച്ചധികം നാളുകളായി നടത്തിയ ചർച്ചകളുടെയും സമവായ നീക്കങ്ങളുടെയും ഒക്കെ ഭാഗമായി ആ ട്രെൻഡ് കുറയുകയും നമ്മൾ അതിൽ നിന്നൊക്കെ മുക്തി വന്നിട്ടില്ല. സത്യത്തിൽ അതിൻ്റെ വേദനയും രക്തസാക്ഷി മണ്ഡപങ്ങളും അതിൻ്റെ ദിനാഘോഷങ്ങളും എത്ര രക്തസാക്ഷികൾ ഉണ്ടെങ്കിൽ അത്രയും പാർട്ടിയുടെ അസറ്റ് എന്ന രീതിയിൽ വിചാരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ആശയപരമായിരിക്കണം എന്നൊരു സ്റ്റാൻഡിലേക്ക് അല്ലെങ്കിൽ ഒരു ആധുനികതയിലേക്ക് ഒക്കെ എത്തിയിട്ട് വളരെ കുറച്ചായതേ ഉള്ളൂ. പക്ഷെ അതേ സമയത്ത് തന്നെയാണ് ഇന്നലെ രാത്രി, അതായത് ദീപാവലിയുടെ തലേന്ന് അതിഭീകരമായി നെടുമങ്ങാട് CPIയും SDPIയും തമ്മിലുള്ള സംഘർഷം നടക്കുന്നു. അവിടെ ആദ്യം CPIഎമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. തുടർന്ന് CPIഎംകാർ സ്വാഭാവികമായും തിരിച്ചടിക്കുന്നു. രണ്ട് കൂട്ടരുടെയും ആംബുലൻസുകൾ തകർക്കുന്ന ഒരു സാഹചര്യം. നമുക്കറിയാം, ആംബുലൻസുകൾ എന്നാൽ ഏതൊരു പ്രശ്നത്തിനും അപ്പുറമായി, അതായത് മതത്തിന്, രാഷ്ട്രീയത്തിന്, പണത്തിനുമൊക്കെ ഉപരിയായി നിൽക്കേണ്ടുന്ന ഒന്നാണ്. അത്തരത്തിലുള്ള ആംബുലൻസ് സർവീസുകൾക്ക് നേരെയുള്ള ആക്രമണം ഉണ്ടാകുന്നു. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതായത് കേരളത്തിൽ കുറച്ചധികം നാളുകൾക്ക് ശേഷം ഒരു രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഒരു ട്രെൻഡ് വരികയാണോ? പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കൂടി അടുക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെ എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തേണ്ടതെന്ന് തോന്നുന്നത്? ഇല്ല, നമ്മൾ ആദ്യം പറഞ്ഞത് കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അത് CPM RSS ബാക്ക്ഗ്രൗണ്ടായിരുന്നു. അത് ശ്രീ കെ സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാവുന്നതിന് മുമ്പും അതിന് ശേഷം എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ ശ്രീ കെ സുരേന്ദ്രൻ BJP സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം ആ രീതിയിലുള്ള സംഘർഷം ഒരുപാട് കുറഞ്ഞു. അത് ചില അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. ശ്രീ എമ്മുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ അതിനകത്ത് ഒരുപാട് കോൺട്രവേഴ്സീസൊക്കെ വന്നായിരുന്നു. അപ്പോൾ അത് ആശയപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഭിന്നതകൾ അത് അടിച്ചു തീർക്കുക എന്നുള്ളത് നോർത്ത് ഇന്ത്യയിലെ ഒരു രീതി, നോർത്ത് കേരളത്തിലെ ഒരു രീതിയാണത്. വടക്കൻ കേരളത്തിലെ ഒരു പോരാളി വീര്യം ഉണ്ടായിരുന്ന സമയത്താണ് അത് ചെയ്തത്. അതിന് ഏകദേശം ഒരു BJP അധികാരത്തിൽ വരികയും കെ സുരേന്ദ്രൻ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ചാർജിലേക്ക് വരികയും ചെയ്തതിന് ശേഷം ആ രീതിയിൽ കൊല വിളിക്കുന്ന ഒരു രീതി മാറി. പക്ഷേ അവിടെ ഒരു ഫോക്കസ് വന്നത് ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന, ആ സമയത്ത് തന്നെ കോൺഗ്രസുമായിട്ടും അവിടെ സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്. അത് BJP അത് മെയിൻ ഫ്രണ്ടിലോട്ട് വന്നതുള്ളൂ. ആ സമയത്ത് CPMും BJPയും BJP RSSുമായിട്ടായിരുന്നു കൂടുതൽ സംഘടനകൾ ഉണ്ടായിരുന്നത്. പക്ഷെ അതിന് മാറിയിട്ട് അതിന് മതപരമായിട്ടുള്ള ഒരു മാനം വരുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. പ്രത്യേകിച്ചും അഭിമന്യുവിൻ്റെ കൊലപാതകം. അപ്പോൾ CPMനോട് എതിരിടുന്ന മുസ്ലിം സംഘടനകളുടെ ഒരു രീതി, ഇത് നമ്മൾ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു ട്രെൻഡായിട്ടാണ് കാണുന്നത്. കാര്യം ഇതിനകത്ത് ഒരു വ്യത്യാസം വരുന്നത്, ഈ ഇസ്ലാം മതവിശ്വാസികളുടെ വോട്ട് രണ്ടായിട്ട് ഭിന്നിച്ചാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അതായത് CPMും അല്ലെങ്കിൽ LDF UDF എന്നുള്ള രീതിയിൽ ഭിന്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് NDAക്ക് ഒരു സ്ഥാനമില്ലായിരുന്നു. പക്ഷേ അത് ഒരുവിധം ഒരു സ്റ്റെബിലൈസ്ഡ് ആവുന്ന സമയത്താണ് SDPI എന്ന് പറയുന്ന ഒരു പാർട്ടിയും പിന്നെ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു സംഘടനയൊക്കെ വരുന്നത്. ഇത് മുസ്ലിം ലീഗിനും ഒരേപോലെ വെല്ലുവിളിയായി, CPMനും ഒരേപോലെ വെല്ലുവിളിയായി. അപ്പോൾ ഈ വോട്ടുകൾ എവിടെ പോവും എന്നുള്ളതാണ്. അതായത് ഹിന്ദുത്വ വിരുദ്ധരായിട്ട് നിന്ന ആൾക്കാർ CPMുമായിട്ട് യോജിക്കുന്ന ഒരു അവസരം വരുമ്പോഴത്തേക്ക് അവർ മതപരമായിട്ടൊരു വേരിയേഷൻ അവരവിടെ കാണുന്നുണ്ട്. അപ്പം ഇന്നലെ നടന്ന സംഘടനവും നമ്മൾ കാണുന്നത് CPMൻ്റെ ഈ SDPIയുടെ ശക്തി കേന്ദ്രങ്ങളിൽ CPMനെതിരായിട്ട് ഉയർന്നു വരുന്ന ഒരു വികാരമാണ് നമ്മൾ കാണുന്നത്. കാര്യം നമ്മൾ അഭിമന്യുവിൻ്റെ കേസിൽ നമ്മളത് കണ്ടതാണ്. അഭിമന്യുവിൻ്റെ കൊലപാതകത്തിൽ CPMന് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല ഇങ്ങനെ ഒരു കൊലപാതകം നടക്കുമെന്നും അതിന് ഒരു CPMകാരൻ ഇരയാകുമെന്നും. അപ്പോൾ നമ്മൾ പിക്ചറിൽ കാണുന്നത് ഈ വർഗീയ സംഘടനകളിൽ നിന്നും, പ്രത്യേകിച്ച് ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള രീതിക്ക് RSSനും BJPക്കും ഇതിൽ നിന്ന് പിന്മാറേണ്ടി വരികയും ആ സ്പേസിൽ നേരിട്ട് SDPIയും CPMും തമ്മിൽ നേരിടുന്നതാണ് നമ്മൾ കണ്ടത്. അതായത് ഒരു സിസ്റ്റമുണ്ട്. നമ്മുടെ ഈ കേഡർ പാർട്ടിയിൽ വർക്ക് ചെയ്തിരുന്നവർക്ക് നോൺ കേഡർ പാർട്ടിയിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. നോൺ കേഡർ പാർട്ടിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് കേഡർ പാർട്ടിയിലും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് അവരുടെ ഒരു കൾച്ചറാണ്. കേഡർ പാർട്ടിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ആ ഒരു രീതിയിലായിരിക്കും വർക്ക് ചെയ്യാൻ അവർക്കൊരു താല്പര്യം. അപ്പോൾ ഈ കേഡർ പാർട്ടിയിൽ നിന്ന് നോൺ കേഡർ പാർട്ടിയിൽ വന്നവർ വീണ്ടും തിരിച്ച് കേഡർ പാർട്ടിയിലോട്ട് പോയതാണ് നമ്മൾ PDPയിലൊക്കെ കണ്ടത്. മുസ്ലിം ലീഗിൽ നിന്ന് PDPയിൽ വന്നവർ
തിരിച്ചവർ NDF പോലുള്ള സംഘടന ഉണ്ടാക്കി, പിന്നെ അത് പോപ്പുലർ ഫ്രണ്ടാക്കി, അവർ ഇൻഡിപെൻഡൻറ്റ് മാർച്ച് നടത്തി. ഇപ്പോൾ എന്തായാലും അത് ചവിട്ടിക്കൂട്ടി നിരോധിക്കുന്ന ഒരവസ്ഥയിലെത്തി. അപ്പം ഈ കേഡർ രീതിയിൽ പാർട്ടികളെ കൊണ്ടുവന്നത്, കേരളത്തിൽ ആദ്യം കൊണ്ടുവന്നത് CPM തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു CPM തന്നെയാണ് ഒരു സമയത്ത് ഈ SDPI പോലുള്ള പാർട്ടികളെ പ്രോത്സാഹിപ്പിച്ചത് RSSന് വിരുദ്ധമായിട്ട്. ഇപ്പോൾ RSS കളത്തിൽ നിന്ന് മാറുകയും എതിരാളികൾ തമ്മിൽ, ഈ കൂട്ടാളികൾ തന്നെ ഇപ്പോൾ എതിരാളികളായിട്ട് പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു രീതിയാണ് നമ്മൾ നെടുമങ്ങാട് കണ്ടത്. കേരളത്തിലും പലയിടത്തും ഇനി നടക്കാൻ പോകുന്നതും അങ്ങനെ തന്നെയാണ്. കാര്യം ഭരിക്കുന്ന പാർട്ടി എന്നുള്ള രീതിയിൽ BJPയുടെയും RSSൻ്റെയൊക്കെ ആ രീതിയിലുള്ള അജണ്ടകളില്ല. അപ്പോൾ അവർ ഈ ഒഴിഞ്ഞ കളത്തിൽ മറ്റുള്ളവർ തെയ്യം കെട്ടുന്നു എന്ന് നമ്മൾ വിചാരിച്ചാൽ മതി. പക്ഷേ എന്നത്തെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നം, ഇത് ആക്രമണം നടക്കുന്നു, അത് ക്രമസമാധാന പരിപാലനം നടത്തേണ്ടുന്ന പോലീസുകാർ നിഷ്ക്രിയരായി മാറി നിൽക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ സാധാരണ ഇതിൽ ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകളെങ്കിലും അക്രമ രാഷ്ട്രീയത്തിലേക്ക് തിരിയാതിരിക്കേണ്ടുന്ന ഒരു ബാധ്യതയെങ്കിലുമുണ്ട്. അതൊന്നും സംരക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യമില്ല. അതാണ് അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, നമുക്കറിയാം SDP എന്ന് പറയുന്നൊരു സംഘടന, അത് മുന്നോട്ട് വയ്ക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഏറ്റവും മോശമായ വശങ്ങൾ. അത്തരം ഒരു പാർട്ടിക്ക് കിട്ടുന്ന വിസിബിലിറ്റി കൂടി ഉണ്ട് ഇവിടെ. അവരൊരു സാർ, ഞാനിപ്പോൾ ഒരു പാർട്ടി ഭൂരിപക്ഷമുള്ള ഒരിടത്ത് പോയി ആക്രമിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒന്നും വേണ്ട, നമ്മളൊരു കൂട്ടത്തിനടുത്ത് പോയി നിന്ന് സംസാരിക്കണമെങ്കിൽ എൻ്റെ ചുറ്റുവട്ടത്ത് സംഘടിതരായ ഒരു വിഭാഗം ആളുകൾ ഉണ്ടെങ്കിൽ എനിക്ക് ആ ധൈര്യം കിട്ടുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിക്കുറവുണ്ടായിരിക്കണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഞാൻ എടുത്തുചാട്ടമുള്ള ഒരാളായിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ SDPI എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വിസിബിലിറ്റി ഉണ്ട്. അവർ ആരുടെ കൂടെയാണ് നിൽക്കുന്നത് എന്നൊരു പ്രശ്നം കൂടി ഇവിടെ ഉണ്ടല്ലോ. SDPI ഈ തെരഞ്ഞെടുപ്പിൽ അടക്കം വരുന്ന സമയത്ത് ആർക്കൊപ്പമാണ് അഫിലിയേറ്റ് ചെയ്തത് അത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പോലും ആ രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ തനി സ്വഭാവം കാണിക്കുന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾ ആധുനികതയിലേക്ക് നടന്നു പോവുകയും രാഷ്ട്രീയ കൊലപാതകങ്ങളും രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെയും ആശയപരമായി മാത്രം നിലനിൽക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഇടത്താണ് വീണ്ടും ഈ കാടൻ രൂപങ്ങളിലേക്ക് തിരികെ നടക്കേണ്ടി വരുന്നത്. അതൊരു ഗതികെട്ട അവസ്ഥയല്ലേ? ഇത് എനിക്ക് ഓർമ്മ വരുന്നത് ഒരു പഴയ ലോക്സഭയിലെ ചർച്ചയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം പറഞ്ഞപ്പോഴത്തേക്ക്, ഇവിടേക്ക് നമ്മുടെ ഇന്ത്യ കണ്ട ഏറ്റവും വാഗ്മിയാണ് അടൽ ബിഹാരി വാജ്പേയി. അദ്ദേഹം ഈ കമ്മ്യൂണൽ റൈറ്റ്സിനെ പറ്റിയിട്ടുള്ള ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞ്, നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ ചർച്ച നമുക്കിവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾ കമ്മ്യൂണൽ റൈറ്റ്സ് നടന്ന സ്ഥലങ്ങളുടെ ലിസ്റ്റും അവിടെയുള്ള ഹിന്ദു പോപ്പുലേഷൻ്റെ കണക്കും തന്നു കഴിഞ്ഞാൽ നമുക്ക് ചർച്ച ഇവിടെ അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു. എന്തായാലും ആരും ലിസ്റ്റ് കൊടുത്തുമില്ല, ചർച്ച അവിടെ അവസാനിപ്പിക്കുകയും ചെയ്തു. അവിടെ ഇദ്ദേഹം പറഞ്ഞ തന്നെയാണ് പറഞ്ഞത്, മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്ത്, ബഗൽപൂർ പോലുള്ളൊരു സ്ഥലത്ത് ഹിന്ദുക്കൾ കയറി അവരെ ആക്രമിക്കണം എന്ന് വിചാരിക്കണമെങ്കിൽ അത് നടക്കാൻ പോകുന്നുള്ള കാര്യമല്ല. പക്ഷേ ഇങ്ങനെ നടന്ന സംഭവത്തിൽ 90% സ്ഥലങ്ങളിലും മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിലാണ് ആക്രമണം നടന്നത്. നമുക്കറിയാം, കോൺഗ്രസിൻ്റെ ഇറയിൽ 60 തൊട്ട് ഏകദേശം 90 വരെ ഒരുപാട് ഇന്ത്യ കണ്ട ഒരുപാട് കൂട്ട ആക്രമണങ്ങളുണ്ടായിരുന്നു മതപരമായിട്ടുള്ള ഇന്ത്യയിൽ പല ഭാഗത്തും, പ്രത്യേകിച്ച് UP, ബീഹാർ പോലുള്ള സ്ഥലങ്ങളിൽ. അപ്പോൾ അവിടെ ഈ കലാപം ഇൻസൈറ്റ് ചെയ്യുന്നത് ഹിന്ദുക്കളാണ് എന്നുള്ള രീതിയിലുള്ള ഒരു പഴിയാണ് എപ്പോഴും നമുക്ക് ഹിന്ദുക്കൾ കേട്ടിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ആ ലിസ്റ്റ് തന്നോളൂ, നമുക്കിപ്പോൾ ചർച്ചയോടെ അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു. ലിസ്റ്റ് ഇല്ലാതെ തന്നെ ചർച്ച അവസാനിച്ചു. കാര്യം ഈ നടന്ന സ്ഥലങ്ങളെല്ലാം നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളാണ്. അപ്പം ഈ ഒരു വിഭാഗത്തിലുള്ള ആൾക്കാർ, ചില നേതാക്കളൊക്കെ, യഥാർത്ഥത്തിൽ മത നേതാക്കൾ ഇത്തരം കാര്യങ്ങളിൽ സംയമനം പാലിക്കുകയും അവരുടെ വിഭാഗത്തിലുള്ളവരെ അത് പഠിപ്പിക്കുകയും ചെയ്യുന്നതിന് പകരം അവർ ആക്രമണങ്ങളിലോട്ട് തിരിയുമ്പോഴത്തേക്കാണ് ഈ പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഇപ്പോൾ നെടുമങ്ങാട് അറിയാം, ഒരു ഭൂരിപക്ഷ പ്രദേശമാണ്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും അധികാരം, ഈ മൂപ്പിളമ തർക്കം വരുമല്ലോ. അപ്പോൾ അവിടെ ആരാണ് കൂടുതൽ ശക്തിയുള്ളതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന അഭ്യാസങ്ങളിലായിട്ട് നമ്മളിത് കാണുന്നത്. പിന്നെ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ, ആക്രമണങ്ങൾ വരുമ്പോഴത്തേക്ക് വളരെ പാസീവായിട്ട് നിൽക്കുന്ന ഒരു പോലീസിനെയാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് ഒരു ഭാഗത്ത് CPM ആണെങ്കിൽ അവർ പാസീവായിട്ട് നിൽക്കും. മുമ്പൊക്കെ ആണെങ്കിൽ ഒരു സമയത്ത് ഇങ്ങനെ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പാർട്ടി ഓഫീസിൽ നിന്നാണ് ഈ പ്രതികളുടെ പേര് കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ ഉള്ളവരൊന്നും ആയിരിക്കില്ല ഇതിനകത്ത് പേരെ കൊടുക്കുന്നത്. സ്ഥിരം കുറേ പുള്ളിക്കാരുണ്ട്. അവർ ഈ കേസിൽ അവർ എപ്പോഴും കേസിൻ്റെ വിചാരണ കഴിയുമ്പോൾ ഇവർ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും. കാര്യം ഇവരൊന്നും ചിലപ്പോൾ ഇന്ത്യയിൽ തന്നെ ഉള്ളവരായിരിക്കില്ല. ചിലപ്പം ഈ സമയത്ത് ആസാമിൽ, ഈ സമയത്ത് ഇന്ത്യക്ക് പുറത്തുള്ള ഒരു 5 പേരെ ആയിരിക്കും ഇവർ പ്രതിയായിട്ട് കൊടുക്കുന്നത്. കേസ് അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് 4 പേര് കീഴടങ്ങി അവരെ അറസ്റ്റ് ചെയ്തു. എല്ലാവരും പത്രക്കാർ ഹാപ്പിയാണ്, പാർട്ടിക്കാർ ഹാപ്പിയാണ്. പക്ഷേ കുറച്ച് കാര്യം കഴിയുമ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ഇവരാരും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല ഈ സംഭവം നടക്കുന്ന സമയത്ത്. ഇവരെങ്ങനെ വന്നു? അവർ വെറുതെ വിടും. അപ്പം ഇത് തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പലപ്പോഴും ഈ പാർട്ടികൾ തമ്മിലുണ്ടായിട്ടുണ്ട്.
പോലീസിനും ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ പോലീസിൻ്റെ മുഖം രക്ഷിക്കാനും രാഷ്ട്രീയ പാർട്ടികളുടെ മുഖം രക്ഷിക്കാനാണ് ഇത്തരം എന്തായാലും ആക്രമണങ്ങൾ. അത് മതത്തിൻ്റെ പേരിലായാലും ജാതിയുടെ പേരിലായാലും രാഷ്ട്രീയത്തിൻ്റെ പേരിലായാലും അത് എന്നും വെറുക്കപ്പെടേണ്ടതാണ്. അതല്ല നമുക്കുള്ള മാർഗം. നമുക്ക് സമാധാനപരമായിട്ടുള്ള മാർഗ്ഗങ്ങളിലൂടെ ഇതൊക്കെ പോകാം. പിന്നെ ഇന്നലെ ദീപാവലി ആയതുകൊണ്ട് രണ്ടുപേരും ദീപാവലി ആഘോഷിക്കാമെന്ന് വിചാരിച്ചായിരിക്കും തീ കത്തിച്ചിട്ട്. ആ പടം കണ്ടപ്പോഴത്തേ വലിയ സങ്കടം തോന്നി. കാര്യം 2 ആംബുലൻസുകളാണ്. പക്ഷേ ഇവിടെയും നമ്മൾ കാണുന്നത് ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ രാഷ്ട്രീയം, ആംബുലൻസിൽ രാഷ്ട്രീയം. എന്തിനാ ഇതിനകത്തൊക്കെ രാഷ്ട്രീയം കൊടിയും പടമൊക്കെ വയ്ക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഡിഫിയുടെ ഒരു ആംബുലൻസ് ഡിഫിയുടെ ചിഹ്നം ഉള്ളതുകൊണ്ടാണ് അവർ ആക്രമിക്കാൻ പോയത്. അത് ഒഴിവാക്കണമായിരുന്നു. പക്ഷേ ഇപ്പം നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ ആരും നമ്മളൊക്കെ പറയുന്ന ലെവലിൽ നിന്നൊക്കെ നമ്മുടെ രാഷ്ട്രീയം പോയി കഴിഞ്ഞു. ഇപ്പം ഒരേ സ്ഥലത്ത് തന്നെ ഞാൻ കാണാറുണ്ട് ചിലപ്പോൾ 2ഉം 3ഉം ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുണ്ട്. 3 കക്ഷിയുടെയും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുണ്ട്. ബീഹാറിലെക്കാളും നമ്മുടെ ആൾക്കാരുടെ ചിന്ത മാറിപ്പോയി. കാര്യം ഡിഫിയുടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ അവരുടെ ആൾക്കാർ മാത്രമേ വന്നിരിക്കുകയുള്ളൂ. വേറെ ആളൊന്നും നീ എന്തിനു ഇരിക്കണം ചോദിക്കും. ഇതൊക്കെ നമുക്ക് സാംസ്കാരിക കേരളത്തിന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു രീതിയാണോ? ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഒരു സിമ്പിൾ വയ്ക്കാം. അതിന് പകരം അത് പാർട്ടിയുടെ ഒരു സ്ഥാപനമായിട്ട്, ഇപ്പം ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശക്തിയുള്ള ഒരു പാർട്ടി, സാമ്പത്തികമായിട്ട് ശക്തിയുള്ള പാർട്ടി CPM ആണ്. അവരിതുപോലെ കണ്ട കെട്ടിടങ്ങൾ മുഴുവൻ ഏറ്റെടുത്ത് അവിടെ മുഴുവൻ പാർട്ടി സിമ്പലും വെച്ച് അത് അവരുടെ കൈക്കലാക്കി. ഈ അറിയാലോ, ഇപ്പോൾ നമ്മുടെ അച്യുതാനന്ദൻ തന്നെ ഈ പൂച്ചകൾ ഇറക്കി തിരിച്ചുപോയ സ്ഥലങ്ങളൊക്കെ പിടിക്കാൻ പോയി രാത്രിക്ക് രാത്രി സംഭവം തീർന്നു. അപ്പോൾ അതിൻ്റെ പുറകെ ആരൊക്കെ കളിച്ചെന്ന് വെച്ചാൽ അനിയനും ഉണ്ട് ചേട്ടനും ഉണ്ട്. അപ്പോൾ അനിയനും ചേട്ടനും തമ്മിൽ ചേർന്നപ്പോഴത്തേക്ക് അച്യുതാനന്ദൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. അതോടെയാണ് ശ്രീ അച്യുതാനന്ദൻ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും അവമതിക്കപ്പെടുന്ന ഒരു നേതാവായിട്ട് മാറിയത് ആ ഒരു ഓപ്പറേഷനോടെയാണ്. അപ്പോൾ ഈ കയ്യേറ്റങ്ങൾ, അധികാര സ്ഥാപനങ്ങൾ, ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ ഈ കാട്ടുമൃഗങ്ങൾ മാന്ത്യ ചിഹ്നങ്ങളൊക്കെ ഉണ്ടാക്കും അവരുടെ ഏരിയ എന്ന് കാണിക്കാൻ വേണ്ടി. അവരെ മാന്തലുകളാണ് ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ ഈ അരിവാൾ ചുറ്റികയായാലും ചന്ദ്രക്കലയായാലും RSSൻ്റെ ഓമായാലും കാണിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ മാറുന്ന ഒരു കൾച്ചറിലോട്ട് നമ്മൾ വരുന്നില്ല. അത് വരാൻ ചില തൽപര കക്ഷികൾ സമ്മതിക്കുന്നില്ല. കാര്യം ഇവർക്കൊക്കെ പിണിയാളായിട്ട് ആൾക്കാർ അവർക്ക് ആവശ്യമുണ്ട്. അപ്പം ഇതും ഒരു ദീപാവലിയുടെ ഒരു കാര്യത്തിലുണ്ടായ ഒരു ചെറിയ പ്രകോപനത്തിൻ്റെ പുറത്തുണ്ടായ ആൾക്കാർക്കൊന്നും അപകടം ഉണ്ടായില്ല എന്നുള്ളത് തന്നെ ഒരു വലിയ ആശ്വാസമാണ്. അപ്പോൾ അതൊരു അവരുടെ ഒരു പ്രൊപ്പഗൻഡയുടെ ഭാഗമായിട്ട്, ശക്തി തെളിയിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട്, ആ ഏരിയയിലെ മേൽക്കോയ്മ തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ കാണിക്കുന്ന അഭ്യാസങ്ങളാണെന്ന് വെച്ച് നമുക്ക് വിലയിരുത്താതേ ഉള്ളൂ.